നമസ്കാരം, ശ്രീധരായാണ്. നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. 3 സീറ്റ് നമ്മൾ കേരള നിയമസഭയിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നതാണ്. പൂട്ടിയ നമ്മുടെ പൂട്ടിയ അക്കൗണ്ട് ഡബിൾ പൂട്ടിട്ട് പൂട്ടോ എന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ ഉൾപ്പെടെ തോൽപ്പിച്ച് എക്സ്ട്രാ 2 സീറ്റും കൂടി നേടി കേരള നിയമസഭയിൽ 3 MLA സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അഭിമാനം, സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്ന സമയമാണ്. പലരും നമ്മള് കേരളത്തിൽ താമര വിരിയൂല, ചെളിക്കുണ്ടിൽ വിരിയൂല എന്നൊക്കെ പലരും പരിഹസിച്ചപ്പോ വോട്ട് മറിച്ചുകൊണ്ട് പലരും തോപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അതിശക്തമായിട്ട് നിന്നുകൊണ്ട് 3 പേരെ വിജയിപ്പിച്ചെടുക്കാൻ നമ്മുടെ പ്രവർത്തകർക്ക്, ആത്മാർത്ഥയോടെ പ്രവർത്തിച്ച പ്രവർത്തകർക്ക് സാധിച്ചു. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി വന്നത് പ്രവർത്തകരോട് പറയാൻ വേണ്ടിയല്ല, നമ്മുടെ നേതൃത്വത്തോട് ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ജയിച്ച 3 ആളുകളും ഇപ്പൊ പ്രത്യേകിച്ച് ചാത്തന്നൂര് ഗോപകുമാറേട്ടനായാലും കഴക്കൂട്ടത്ത് മുരളിച്ചേട്ടനായാലും 2-3 തവണ അവിടെ മത്സരിച്ചിട്ട് അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ നാടിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് കുറെ നാൾ നിന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ ഒപ്പം ഇവരുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർജി അത്രയേറെ വോട്ട് നേടിയതിന് ശേഷം നേമം മണ്ഡലം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ് രാജീവ്ജിയും അവിടെ ജയിച്ചത്. അപ്പൊ നമ്മള് തോറ്റു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ നിൽക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ, കാരണം പല ആളുകൾ ഇപ്പൊ ശോഭേച്ചി ആലപ്പുഴയിൽ മത്സരിച്ച് നല്ല സ്വാധീനം ഉണ്ടാക്കി, പക്ഷെ ഇത്തവണ പെട്ടെന്ന് പാലക്കാടായിട്ട് കൊണ്ടിട്ട് അങ്ങനെ മാറാതെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ, പ്രത്യേകിച്ച് ഇത്തവണ 2ാം സ്ഥാനം വന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവിടെ 2ാം സ്ഥാനം വന്ന ആളുകൾ ആ നാട്ടിലെ, നമ്മൾ 2ാം സ്ഥാനം വന്ന നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി 5 വർഷം അവരവിടെ വർക്ക് ചെയ്യിപ്പിച്ച് അടുത്ത 5 വർഷത്തിനുള്ള അവിടെ MLA ഉണ്ടാകുന്നുള്ള സംശയമില്ല. കാരണം നമ്മുടെ നേതാക്കന്മാരെല്ലാവരും നല്ല കപ്പാസിറ്റി ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവർ ജനങ്ങൾക്ക് ഒപ്പം നിന്ന് അതേ സ്ഥലത്ത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് MLAക്കെതിരെ ചിലപ്പോ പ്രക്ഷോഭങ്ങൾ നയിക്കേണ്ടി വരും. അതിനുവേണ്ടിയൊക്കെ മുൻപന്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സ്ഥലങ്ങൾ ജയിക്കും. അത് 2ാം സ്ഥാനം വന്ന സ്ഥലം മാത്രമല്ല, നമുക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ച സ്ഥലങ്ങളിലെല്ലാം അവിടെ മത്സരിച്ച ആളുകളും അവിടെ സ്വാധീനമുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ജനങ്ങളായിട്ട് ഇടപഴകിയാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ 3 സീറ്റ് നമുക്ക് നേടിയതും അത്തരത്തിൽ ജനങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിന്ന് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേതൃത്വത്തോടൊരു അഭ്യർത്ഥനയാണ്, ഇത്തരത്തിൽ ആ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ, അവരെ മാറ്റി വേറെ സ്ഥലത്ത് മത്സരിപ്പിക്കാണ്ട് വേറെ സ്ഥലത്ത് ഇടാണ്ട് ആ പ്രദേശത്ത് വരയ്ക്കാനുള്ള ഒരു അവസരം ഒരുക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള MLAമാര് BJPക്ക് കേരള നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ട്. കാരണം ജനങ്ങളെ നമ്മളൊക്കെ പഴയ കാലഘട്ടമല്ല, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടാകുന്ന പറഞ്ഞാൽ അവള് നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് കിട്ടിയ 3 തങ്കമാന MLAമാര്. അവര് ആ 3 പേരും ഇനി ആ പ്രദേശത്തിന് വേണ്ടി നല്ല ആക്റ്റീവായിട്ട് അവിടുത്തെ നാടിന് വേണ്ടി പ്രവർത്തിച്ചാൽ അറിയാല, 2016 ബംഗാളിൽ നമുക്ക് 3 സീറ്റ് ഉണ്ടായുള്ളൂ. 2026 നമ്മൾ ബംഗാള് 3-2 ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ പോണാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ വേറെയാണ്, അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശ്രമം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കാണാൻ നേരത്തും പിന്നെ BJPയുടെ ഉണ്ടാക്കുമെന്ന് കമന്റ് ഇടണവര് നിങ്ങൾ ഇട്ടോ. കാരണം നിങ്ങളോടല്ല ഈ വിഷയം ഞാൻ പറയണത്. എന്റെ നേതൃത്വം എന്നറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ഇടണമെന്നുള്ളൂ. അത് ചിലപ്പോൾ ഭാവിയിൽ BJP എന്നുള്ള സംഘടനക്ക് ഉപകാരം ഉണ്ടാകും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇനിയും നല്ല ആളുകൾ വരികയും ചെയ്യും. താങ്ക് യു.